ഹായ് വെൽക്കം ടു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ വളരെ കാര്യമായിട്ടുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വീഡിയോ വളരെ ഷോർട്ടായിരിക്കും. മാർക്കറ്റ് ഫ്ലാറ്റാണ്, ഗ്ലോബൽ ഡേറ്റാസ് ഫ്ലാറ്റാണ്, നാസ്ഡാക്ക് ഫ്ലാറ്റാണ്, ഗിഫ്റ്റ് നിഫ്റ്റി ഫ്ലാറ്റാണ്. സോ മാർക്കറ്റ് ഇന്നലെ എങ്ങനെ നിന്നോ ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് നമുക്ക് ചാർട്ടിലേക്ക് തന്നെ പോകാം. പ്രത്യേകിച്ച് വേറെ ഒരു ഡേറ്റയും അവിടെ ഇല്ല. സോ സെൻസെക്സ് 82,000 എന്നുള്ള റേഞ്ചിൽ അവിടെ നിൽപ്പുണ്ട്. കറക്റ്റ് സപ്പോർട്ടിലാണ്. ഇവിടെയാണെങ്കിൽ നമ്മളൊരു റെസിസ്റ്റൻസ് ബോക്സ് പണ്ട് വരച്ച് വെച്ചിരുന്നതാണ് 25,000-25,560 ഇടയിലൊരു റെസിസ്റ്റൻസ് ബോക്സ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പതുക്കെ സ്ലോലി വന്ന് ഹിറ്റ് ചെയ്യുന്ന ടാർഗറ്റാണ് 25,100 മുന്നേ പറഞ്ഞിരുന്നത്. അത് പതുക്കെ വന്ന് ഹിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,100 നമ്മൾ ടാർഗറ്റ് പറഞ്ഞത്. അതിലും കുറച്ചുകൂടെ മേളിലോട്ട് പോയി ഒരു 21,150, 140 റേഞ്ച് വരെ അത് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടായിരുന്നു. ഇന്നലെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി സൈഡ് വൈസ് ആയിരുന്നു. എന്നിട്ട് മാർക്കറ്റ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഈ താഴേക്ക് വീഴുന്ന ട്രേഡിനെ ആക്ച്വലി ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഓൾറെഡി ഗ്രൂപ്പിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം 1:4 റിസ്ക് റിവാർഡ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം മാർക്കറ്റിനകത്ത് ക്രൂഡ് ഓയിൽ ആക്ച്വലി ക്രൂഡ് ഓയിൽ ഇതിൻ്റെ ചാർട്ട് ഗ്രൂപ്പിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5,554 ഓർ 5,564 വരെ പോകാനുള്ള സാധ്യത. ഇപ്പോൾ 6,8 വരെ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പിനകത്ത് നോക്കിയാൽ ജസ്റ്റ് സെക്കൻഡ്. ഇതായിരുന്നു ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5,500 മേളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5,524 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5,544 ഫൈനൽ സെക്കൻഡ് റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചാർട്ട് കുറച്ചുകൂടെ മേളിലേക്ക് കയറി നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഐ തിങ്ക് കുറച്ച് മേളിലായിട്ട് 5,564 റേഞ്ചിലാണ് അതിൻ്റെ ടാർഗറ്റ് നടന്നത്. ഒരു സിംഗിൾ ലോട്ട് അവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലൈവിൽ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പെട്ടെന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഒരൊറ്റ ഡിപ്പ് വന്നു. ആ ഡിപ്പ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഗ്രാബായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാലറിയാം ബയ്യറിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണ് നിൽക്കുന്നത്. പക്ഷേ വലിയൊരു റെഡ് ക്യാൻഡിൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് 5,528 നിന്ന് 5,505 വീഴുന്നിട്ടുണ്ടായിരുന്നു. 5,505 നിന്ന് 8 നിന്ന് ഒരു സിംഗിൾ ലോട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. അത് സപ്പോർട്ട് റീടെസ്റ്റിംഗ്, ബ്രേക്ക് ഔട്ട് ആൻഡ് റീടെസ്റ്റിംഗ് എടുത്തു വെച്ച ഒരൊറ്റ സിംഗിൾ ട്രേഡ്. അതും സന്ധ്യയ്ക്ക് എപ്പോഴും എടുത്തു വച്ചിരുന്നതാണ്. അത് ചുമ്മാ ഈസിലി വന്ന് അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്കും ഞാൻ അതിൻ്റെ പൊസിഷൻ ഒഴിവാക്കി സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്ത് അതിപ്പോൾ നിപ്പുണ്ട്. മാർക്കറ്റിൽ ഇനിയും അതിനകത്ത് ഒരു ബുള്ളിഷ്നെസ്സിനുള്ള ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. ഇപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും ഇതിൻ്റെ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കയറി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്ത് വയ്ക്കാം. ഇതൊരു ലോവർ ട്രെൻഡ് ലൈനാണ്. ഇതൊരു സൈഡ് വൈസ് ഏരിയയാണ്. ഈ ഒരു 5,564 മേളിൽ, ഇല്ലെങ്കിൽ 5,588 മേളിൽ 6,000, 6,660 എന്നിങ്ങനെ 5,660 എന്നിങ്ങനെയുള്ള ലെവൽസ് കിടപ്പുണ്ട്. സോ അതിന് സാധ്യത കാണുന്നുണ്ട്. നോക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ലോവർ സൈഡ് ആണെങ്കിൽ ഇതിന് താഴേക്ക് വരുമ്പോൾ, ഇല്ലെങ്കിൽ 5,500 താഴേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം. എക്സാക്ട്ലി 5,470 താഴെ വരുന്നുണ്ട്. ഇന്ന് കുറച്ച് നമ്പേഴ്സ് ട്രംബ്ലിങ് ചെയ്യുന്നുണ്ട്. ഫൈൻ. അപ്പോൾ നിഫ്റ്റിയിലേക്ക് നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് സൈഡ് വേസ് നിൽക്കുന്നുണ്ട്. ഇത് ഒരു ഫ്ലാഗായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത് ഒരു ഫ്ലാഗ് പോലെ എടുത്തിട്ട്, ഇല്ലെങ്കിൽ ഒരു ബോക്സ് എടുത്തിട്ട് ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഫ്രണ്ടിലോട്ടുള്ള മൊമെൻറ്റം ഉണ്ട്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ആക്ച്വലി അറ്റ്ലീസ്റ്റ്
ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ 25,040 ആകുന്നുള്ളൂ. ഇതൊരു ഷോർട്ട് ട്രേഡറിന് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഈ ഒരു ചെറിയൊരു ട്രേഡ് താഴേക്ക് ചിലപ്പോൾ ഇതുവരെയൊക്കെ വരുന്ന രീതിക്ക് 960 വരെ, അതായത് ഈ ഒരു 40 മുതൽ 25,040 മുതൽ 960 വരെയുള്ള ഒരു 80 പോയിൻ്റ് എവിടെയേ ഉള്ളൂ. അതൊരു കാര്യമായിട്ടുള്ളൊരു ട്രേഡൊന്നും അല്ല എങ്കിൽ പോലും ഓക്കെ, അങ്ങനെ ഒരു മൊമെൻറ്റം അവിടെ കിടക്കാം. 960 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മേളിലേക്ക് പോയാലോ, ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, 25, 120-നും 140-നും ഇടയിൽ. അപ്പോൾ അതിന് ശേഷം ഇനി 240-ലേക്ക്, അപ്പോൾ അവിടെയും ഒരു 80 പോയിൻ്റ് നമുക്ക് കാണുന്നുള്ളൂ അല്ലേ ആ ഒരു ട്രേഡ്. അതിനുശേഷം അതിൻ്റെ മേളിലോട്ട് ഉള്ളൊരു മൊമെൻറ്റം മാത്രമാണ് അവിടെ ബാക്കി ഉള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇല്ലെങ്കിൽ നിഫ്റ്റി, സെൻസെക്സ് ഒക്കെ കറക്റ്റ് സപ്പോർട്ടിൽ നിൽക്കുകയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊമെൻറ്റം കിട്ടും. സപ്പോർട്ടല്ല, അത് റെസിസ്റ്റൻസ് ആയിരുന്നു. അതും ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോയി 82,500 അടുപ്പിച്ച് പോയിട്ട് തിരിച്ച് വന്ന് നിൽക്കുകയാണ്, സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ അത് വീണ്ടും കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയാണ് ഇച്ചിരി വീക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ HDFC ബാങ്ക് 2000-ന് മേളിൽ വരുന്നില്ല. നിങ്ങൾ വാച്ച് ചെയ്യുക. ഇൻട്രാഡേക്കാണെങ്കിലോ റിലയൻസ് 1430-ൻ്റെ മേളിൽ, HDFC ബാങ്ക് 2000-ന് മേളിൽ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1994-ൻ്റെ മേളിൽ വരുവാണെങ്കിൽ പോലും അത് 2000-ലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ഇൻഡെക്സിനകത്ത് ചിലപ്പോൾ ഒരു നല്ലൊരു ഗെയിനായിട്ട് വന്നേക്കാം. സോ അതിന് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ പറയാനുള്ളൂ. ഗ്രൂപ്പിൽ ഏതൊക്കെയോ സ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഞാൻ പേഴ്സണലി ഇട്ട് തരാം. പെട്ടെന്ന് എനിക്ക് ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റില്ല. അത് കുറേ ഡേറ്റാസ് അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ അകത്ത് നിന്ന് തപ്പിയെടുക്കുന്നത് കുറച്ച് പാടാണ്. ഞാനത് ഇട്ടിരിക്കാം. ഐ തിങ്ക് അഖിലാണെന്നാണ് ചോദിച്ചത്. ഞാനത് അതിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് തന്നെ ഇട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ വേറൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു മാർക്കറ്റ്, നല്ലൊരു വീക്കാണ് കടന്നു പോയത്. ആദ്യത്തെ 2-3 ദിവസം മാർക്കറ്റിൽ നല്ല മാർക്കറ്റായിരുന്നു. പിന്നെ മാർക്കറ്റ് വളരെ സൈഡ് വേസ് കയറി പോകുന്നുണ്ട്. ഇന്നലെ കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു മൊമെൻറ്റം കിട്ടി എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്നും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച വീണ്ടും നല്ലൊരു മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ആർക്കും ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള ട്രേഡ്സ് മാത്രമേ ആരും നോക്കുന്നുള്ളൂ. സോ അതിനനുസരിച്ചായിട്ട് എല്ലാവരുടെയും പൊസിഷൻസ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.